നല്ല കാര്യമാണ്. ഞാൻ അതിനകത്തേക്കൊക്കെ എത്താം ഷാനി. ഞാൻ പൊതുവെ ഈ വിഷയത്തിൽ തന്നെ നിന്ന് ചർച്ച നടത്താൻ ആഗ്രഹമുള്ള ആളാണ്. പക്ഷെ ഇത്തരത്തിലുള്ള വിവരക്കേടും ചരിത്ര വസ്തുക്കളെ വളച്ചൊടിച്ചൊക്കെ പറയുമ്പോൾ അതിന് മറുപടി പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അദ്ദേഹം ഈ കോൺഗ്രസിനെ വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ച് കുറെ ആൾക്കാരൊക്കെ ബി ജെ പിയിലേക്ക് പോയതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. ഞാൻ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയതിന്റെ കണക്കൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് ചരിത്ര വസ്തുതകൾ പറയാം. ഒന്ന്, ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവ് വി ഡി സവർക്കറെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം വന്നപ്പോ അതിനെതിർത്ത കോൺഗ്രസിനെതിരെ പ്രസംഗിച്ച് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുടെ പേര് എ കെ ഗോപാലൻ എന്നുള്ളതാണ്. മറക്കരുത്, മനസ്സിലായില്ലേ? 1977 RSSനെ അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചതിനെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ, ജനസംഘത്തിന് അംഗമില്ലാത്ത കേരളത്തിന്റെ നിയമസഭയിൽ RSSനെ നിരോധിച്ചതിനെതിരെ പ്രസംഗിച്ച നേതാവിന്റെ പേര് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. മറക്കരുത്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഈ കോഴിക്കോട് കടപ്പുറത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പിന്നീട് പിണറായി വിജയൻ തോളത്തെടുത്ത് നടന്നും ഇടയ്ക്ക് താഴത്ത് വെച്ചും കൊണ്ടു നടന്ന ആരിഫ് മുഹമ്മദിനെ കൊണ്ടുവന്ന് പ്രസംഗിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവായ വർഗീയവാദിയുടെ പേര് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇനി നോക്കൂ, ഈ കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് PC ജോർജിനെ പോലെയുള്ള രാഷ്ട്രീയ മാലിന്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ആ വാക്കുണ്ടാക്കി കൊടുത്ത് കേരളം അതിന്റെ പറുദൂസയാവുന്നു മാറി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവായത് വർഗീയവാദിയായ VS അച്യുതാനന്ദൻ അല്ലെ? ഇനി ഞങ്ങൾക്ക് കാരാട്ടിനോടൊക്കെ എതിർപ്പുണ്ട്, ഞങ്ങൾക്ക് യെച്ചൂരിയുടെ എതിർപ്പുണ്ട്. പക്ഷെ യെച്ചൂരിക്ക് 2020 രാജ്യസഭയിൽ പോകാനായിട്ട് അൺകണ്ടീഷണൽ പിന്തുണ കൊടുക്കാന്ന് പറഞ്ഞ കാരണം അറിയോ? യെച്ചൂരി മതേതരവാദിയാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. കാരാട്ടിനെ അത്തരത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല, കാരാട്ടിനെ വിശ്വസിക്കാൻ കഴിയില്ല. ഈ കേരളത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞ് ആകെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവധി ആഘോഷിക്കാൻ പോയ ആളെ ഞങ്ങൾ വിശ്വസിക്കണോ? ഈ പറയുന്ന സജീഷ് പോലും കേരളത്തിൽ വാളയാർ കഴിഞ്ഞു പോയി BJPക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും DYFIയുടെ നേതാവ് കേരളത്തിൽ നിന്നുള്ളവർ പോയോ? ഇവരെയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? കേരളത്തിൽ എന്നും RSSന്റെ നാവായിട്ടുള്ളത് ഇയാളാ, ഈ പിണറായി വിജയനാ. നോക്കൂ, ഈരാറ്റുപേട്ടയിൽ ഇന്നിപ്പോ ഒരു മൂവാറ്റുപുഴയിലെ ഏരിയ കമ്മിറ്റി അംഗം എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിങ്ങൾ മുഴുവൻ ക്രിമിനൽ ആണെന്ന്. ഈ പറഞ്ഞത് പിണറായി വിജയനല്ലേ? ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിരുന്ന സംഭവത്തിൽ ഉൾപ്പെട്ടവർ മുഴുവൻ മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ടവരാണ്, തെമ്മാടിത്തരമാണ് കാണിച്ചതെന്ന് പറഞ്ഞത് BJPയുടെ ആഭ്യന്തരമന്ത്രിയല്ല, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന പിണറായി വിജയനാ. ഇയാളെയാണോ വിശ്വസിക്കേണ്ടത്? ഈ കേരളത്തിൽ ഏറ്റവും പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് ഈ നിർമ്മലാ സീതാരാമന്റെ മുമ്പിൽ ചെന്ന് ആ വിഷയങ്ങൾ അവതരിപ്പിച്ച് പറയാൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? കാരണം കണക്കില്ല ഷാജി, ഇവിടെ ഒന്നുമില്ല. ഇവിടെ കൃഷ്ണപ്രസാദ് പറഞ്ഞല്ലോ സിദ്ധരാമയ്യ പോയി കണ്ട കാര്യം. സിദ്ധരാമയ്യ പോയത് നോർത്ത് ബ്ലോക്കിലേക്കാണ്. ആ ധനമന്ത്രിയെ കണ്ടു പറഞ്ഞു നബാർഡ് കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ച തുകയിൽ നിന്ന് 68% കുറച്ചാണ് ഈ ഷോർട്ട് വേവ് അഗ്രികൾച്ചറൽ ലോൺസ് അനുവദിച്ചിരിക്കുന്നത്, അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സിദ്ധരാമയ്യ പോയി കണ്ടു. ഞാൻ ചോദിക്കട്ടെ ഷാനി, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മേധാവിത്വം കൊടുക്കുന്ന 3 പേരാണ് കണ്ടത്. ഗവർണറുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, നിർമ്മലാ സീതാരാമനുണ്ട്. പിണറായി വിജയൻ കള്ളത്തരം കാണിച്ച് രാഷ്ട്രീയമായ അടിമത്തം കാണിച്ച് കേരളത്തിന്റെ അഭിമാനത്തെ അവിടെ കൊണ്ട് നിർമ്മലാ സീതാരാമന്റെ കാൽച്ചുവട്ടിൽ വെച്ചതെന്ന് പറയാം. നിർമ്മലാ സീതാരാമൻ ധനമന്ത്രി എന്തുകൊണ്ട് പത്രക്കുറിപ്പിറക്കിയില്ല? എന്തുകൊണ്ട് കേരളത്തിന്റെ ഗവർണർ പത്രക്കുറിപ്പിറക്കിയില്ല? അപ്പോ ആ ചർച്ചയിൽ സംസാരിച്ചത് മുഴുവൻ പൊതുകാര്യങ്ങൾ, പുറത്ത് ജനങ്ങൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആയിരുന്നെന്നും ആ ചർച്ചകളിലുള്ള ഒരു വിശദാംശവും പുറത്തു പോകരുതെന്നും ഈ 3 പേരും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രി പത്രക്കുറിപ്പിറക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക സ്വഭാവം തന്നെയാണ് എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് കൃഷ്ണദാസ് നിർമ്മലാ സീതാരാമൻ പത്രക്കുറിപ്പിറക്കിയില്ല? ഇന്ന കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് കേരളത്തിന്റെ ഗവർണർ പത്രക്കുറിപ്പിറക്കിയില്ല? അപ്പൊ കൊള്ള സംഘം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തത് ഈ കേരളത്തിന്റെ മതേതര കേരളത്തെ ചതിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ചതിക്കുഴി. ഷാനി, ഞാൻ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ. എനിക്ക് എന്റെ നേതാക്കളെ ഓർത്ത് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണത്. കാരണം ഈ കേന്ദ്രവിരുദ്ധ സമരത്തിൽ കോൺഗ്രസ് CPMനൊപ്പം ചേരണം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ CPMന്റെ തനിനിറം മനസ്സിലാക്കാതെ കേരളത്തിന് വേണ്ടിയിട്ടല്ലേ എന്തുകൊണ്ട് പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുന്നില്ല എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനും K സുധാകരനും പറഞ്ഞത് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത വർഗമാണ് CPM. അതുകൊണ്ട് അവരോടൊപ്പം ചേർന്നൊരു സമരമില്ല, കേരളത്തിന്റെ താല്പര്യത്തിന് ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം ചെയ്തോളാം എന്നുള്ളൊരു നിലപാടെടുത്തു. ഇത്രമാത്രം ദീർഘദൃഷ്ടിയോടുകൂടി
രാഷ്ട്രീയം മനസ്സിലാക്കി CPM-ന്റെ പൊള്ളത്തരവും കാപട്യവും എന്താണെന്നുള്ള രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി അത്തരത്തിലൊരു തീരുമാനമെടുത്ത എൻ്റെ നേതാക്കന്മാരെ ഓർത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ്, അവരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം അന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് ഷാനി, അന്ന് ആ സമരത്തിൽ ഇവർ പറയുന്ന വാക്ക് കേട്ട് ഒരുമിച്ച് നിന്നുണ്ടെങ്കിൽ ഇന്ന് CPM മറുപടി പറയേണ്ടി വരില്ലായിരുന്നു, ഇതിനകത്ത് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരില്ലായിരുന്നോ? കേരളത്തിന്റെ വികാരത്തെ പിന്നിൽ നിന്നും കുത്തിക്കൊണ്ടൊരു രാഷ്ട്രീയ സൗഹാർദ്ദമൊക്കെ കാണിക്കുമ്പോൾ പറയട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, സജീഷിനോടൊക്കെ പറയാനുള്ള ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പിണറായി വിജയനോട് പറയണം, ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ഇപ്പോഴും നിൽക്കുന്ന ഇടതുപക്ഷം ഉണ്ടല്ലോ, കുറെ സാഹിത്യകാരന്മാരും നോവലിസ്റ്റുകളും കഥാകാരന്മാരും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ്, ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ്. കുറെ കൂടി നല്ല സ്ക്രിപ്റ്റ് എഴുതാൻ പറയണം, നല്ല സ്ക്രിപ്റ്റ് കുറെ കൂടിയൊക്കെ എഴുതാനായിട്ട് പറയണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ഗവർണറും കൂടി ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണ്. അവരൊരുമിച്ച് ഒരു സീറ്റിന് അടുത്തടുത്ത് വന്നിരിക്കുന്നു. അത് ചെക്കിനൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ പോട്ടെ, ഞാൻ പ്രേക്ഷകരുടെ ഭാവനയ്ക്ക് വിടുക. അപ്പൊ വേഗം തന്നെ പറയുന്നു, വിജയ ഞാൻ നാളെ അവിടെ ഉണ്ട്. ആണോ ആർലേക്കർ, അങ്ങ് നാളെയുണ്ടോ? എന്നാൽ നമുക്ക് എന്തുകൊണ്ടൊരു ചായ കുടിച്ചൂടാ? ഒന്ന് ആലോചിച്ചോക്കാം എത്രമാത്രം സരസമാണ് ഈ കഥ. എന്നാൽ കേരളത്തിലെ 1-ാം നമ്പർ കോമഡി പടത്തിന് അവാർഡ് കിട്ടാൻ കഴിയുന്ന ഒരു സ്ക്രിപ്റ്റാണ്. കേരളത്തിന്റെ ഗവർണറും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കൂടി ഇത്രമാത്രം യാദൃശ്ചികമായിട്ട് കേരളത്തിന്റെ ധനമന്ത്രിയോടൊപ്പം ഒരു സന്ദർശനത്തിന് വേണ്ടിയുള്ള കാര്യം തീരുമാനിക്കുന്നത്, ഈ സ്ക്രിപ്റ്റിനേക്കാളും വലിയ കോമഡി മലയാള സിനിമയിൽ ഉണ്ടാവുമോ? കേരളത്തിന്റെ ഗവർണർ ആരാ? കേരളത്തിന്റെ ഗവർണർ ഈ രാജ്യത്ത് മുഴുവൻ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ഭരണം, അത് BJP ഇതര സർക്കാരുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഭരണം നടത്തുന്ന ആയുധങ്ങളാണ്. അത് ആരിഫ് മുഹമ്മദ് ഖാനും ആർലേക്കറുമെല്ലാം അത് തന്നെയാണെന്ന് കോൺഗ്രസ് എപ്പോഴും എടുക്കുന്ന നിലപാടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇവർ ഇടയ്ക്കിടയ്ക്ക് പോയി ഗവർണറോട് ചങ്ങാത്തം കൂടുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയി പോരാടുമ്പോഴും ഞങ്ങൾ അതിന്റെ ഭാഗമല്ല, ഞങ്ങളുടെ നിലപാട് വിഷയാധിഷ്ഠിതമാണെന്ന് ഞങ്ങൾ ഗവർണറെ സംബന്ധിച്ച് പറയുന്നതിന്റെ കാര്യം ഇതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗവർണർ ആരാ? ഈ ഗവർണർ എന്നറിയാമോ? ബീഹാറിൽ ഗവർണർ ആയിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് സത്യാഗ്രഹ സമരത്തിലൂടെയല്ല, മറിച്ച് ആയുധങ്ങൾ എടുത്ത് പോരാടിയത് കൊണ്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യ വിട്ടുപോയത് എന്ന് പ്രസ്താവന ഇറക്കിയ ആളാ ഈ ഗവർണർ. ആരാണ്? 1-ാം നമ്പർ RSSന്റെ രക്തം ഓടുന്ന ആള്. എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ റദ്ദ് ചെയ്യാൻ വേണ്ടി RSS നടത്തുന്ന ശ്രമത്തിന്റെ ഏറ്റവും ശക്തനായ വക്താവ് അതാണ് ഈ RSSന്റെ ഗവർണർ. ഇദ്ദേഹവും ഇയാൾ മുഖ്യമന്ത്രിയും കൂടി ഒരു ഫ്ലൈറ്റിൽ ഇരുന്ന് കാണാൻ തീരുമാനിച്ചു പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വം പിണറായി വിജയന് പറയേണ്ട കാര്യമില്ല, പക്ഷെ നേരത്തെ തന്നെ ഗവർണർ ഡൽഹിയിൽ MP-മാർക്കായി നടത്തുന്ന വിരുന്നിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഈ ഡേറ്റ് ഒന്നും ഓർത്തിട്ടല്ല, ഞാൻ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടപ്പോഴാണ് നാളെയാണല്ലോ വിരുന്ന്, അപ്പോൾ ഞാനും വരാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ധനമന്ത്രി ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിന് വരുന്നുണ്ട്, താങ്കളും വരൂ എന്ന് മുഖ്യമന്ത്രി ഗവർണറെ ക്ഷണിച്ചു. ഗവർണർ വന്നു. ഗവർണർ മുഴുവൻ സമയവും നിർമ്മലാ സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇരുന്നിട്ടില്ല. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് പോയി. ഏതാണ്ട് 1 മണിക്കൂറോളം നിർമ്മലാ സീതാരാമൻ അവിടെ ഉണ്ടായിരുന്നല്ലോ കേരള ഹൗസിൽ. ഷാനി, അത് തന്നെയാണ് ഞാൻ കോമഡി എന്ന് പറഞ്ഞത്. ഇപ്പൊ എന്നോ ഷാനിയോട് ഒരു ദിവസം എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോയേക്കാം. കേരളത്തിന്റെ ഗവർണറും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇത്തരത്തിലുള്ള ട്രാവൽ പ്ലാൻ ഒന്നും അറിയാതെ അവിടെ ഇത് പാർട്ടി സമ്മേളനം നടക്കുന്നത് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ പിണറായി വിജയൻ അല്ലല്ലോ ഈ പറയുന്ന ഡേറ്റുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനൊക്കെ ഒരു സംവിധാനം. ഷാനി, നമ്മൾ കുറച്ചുകൂടിയൊക്കെ, സജീഷ് അത് പറയട്ടെ, നമ്മൾ തമ്മിൽ കുറച്ചുകൂടിയൊക്കെ വസ്തുതാപരമായി സംസാരിക്കുന്നതല്ലേ ഒരു ചർച്ചയുടെ ക്വാളിറ്റിക്ക് നല്ലത്. അതവിടെ നിൽക്കട്ടെ, അത്രയും കൊണ്ട് ഞാൻ നിൽക്കുകയാണ്. പിന്നെ ഭിന്ന രാഷ്ട്രീയമുള്ളവർ ഒരുമിച്ചിരുന്നാൽ രാഷ്ട്രീയം ഉരുകിപ്പോവോ? എന്തേ പ്രേമചന്ദ്രനും പ്രധാനമന്ത്രിയുമായിട്ട് ഒരു ദിവസം മറ്റ് MP-മാരുടെ സാന്നിധ്യത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിലെ ക്യാൻറ്റീനിലിരുന്ന് ചായ കുടിച്ചപ്പോ എന്തേ ഈ രാഷ്ട്രീയം ഒഴുകിപ്പോയി എന്ന് CPM തോന്നിയത്? പ്രേമചന്ദ്രനെതിരെ ഏറ്റവും വലിയ ആക്രമണം നടത്തിയത് ഈ CPM അല്ലേ? പ്രേമേന്ദ്രൻ ആ നിയോജക മണ്ഡലത്തിലൊരു ഹൈവേ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് നരേന്ദ്രമോദിയെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചപ്പോ പ്രേമേന്ദ്രൻ രാഷ്ട്രീയം ഒഴുകിപ്പോയി എന്ന് പറഞ്ഞ് വിലപിച്ചവരല്ലേ? അല്ലേ? എന്തേ പിണറായി വിജയനും അച്യുതാനന്ദനും ആലുവ പാലസിൽ ഒരുമിച്ചുണ്ടായ സമയം ഉണ്ടായിരുന്നല്ലോ. ഇതേ പിണറായി വിജയൻ സ്വന്തം പാർട്ടിയിലെ വിരുദ്ധാഭിപ്രായമുള്ള നേതാവിനെ ഒരേ ആലുവ പാലസിൽ അപ്പുറത്തെയും ഇപ്പുറത്തെയും മുറിയിൽ കിടന്നുറങ്ങിയിട്ട്, അവിടെ കിടന്നുറങ്ങിയിട്ട് ആ അച്യുതാനന്ദനെ കാണാതെ പോയെന്താ? ഭിന്ന രാഷ്ട്രീയം ഉരുകിപ്പോകുന്ന അയച്ചിട്ടായിരുന്നോ? എന്തിനാ ഷാനി ഈ കാപട്യം പറയാനുള്ള ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നത്?
ഇത് കാപട്യമല്ലേ? ഈ പറയുന്ന രാജ്യത്ത് ഉള്ള ഭിന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് ഉരുകിപ്പോയത് വിശ്വസിക്കുന്ന ആളാണ് പിണറായി വിജയൻ. കേരളത്തിലെ ഗസ്റ്റ് ഹൗസുകളിൽ പിണറായി വിജയൻ ഉള്ളിടത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കൊണ്ട് കാണുവോ? ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കാണുവോ? ഇല്ലല്ലോ. കേന്ദ്രവും കേരളവും ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചും കർണാടകത്തെ സംബന്ധിച്ചും ഒരേ അഭിപ്രായം ഉണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച്. എന്തേ ഇതേവരെ സിദ്ധരാമയ്യ ഒന്ന് കാണണം എന്ന് ചിന്തിച്ചിട്ടില്ലാത്തത്? പകരം സിദ്ധരാമയ്യ സഹായം പ്രഖ്യാപിച്ചപ്പോൾ ആ സഹായം അനുവദിച്ചതിന് കാലതാമസം കൊണ്ട് അവരെ സംബന്ധിച്ച് ഒരു കത്തെഴുതിയപ്പോൾ ആ സിദ്ധരാമയ്യ വർഗവഞ്ചകൻ എന്ന് ഞാനും ഷാനിയും കൂടി ഇരിക്കുന്ന ചർച്ചയിലല്ലേ ഒരു CPM പ്രതിനിധി ഒന്ന് വിളിച്ചത്? അപ്പോ ഇതിനകത്ത് കേരളത്തിൽ എന്താ ഷാനി സാഹചര്യം? കേരളത്തിലെ പട്ടികജാതി വിഭാഗക്കാരുടെ 1500 കോടി പണമില്ലാത്തതിന്റെ പേരിൽ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ പശ്ചാത്തലത്തിൽ കൂടിയുള്ളതാണ്. ഒരു മിനിറ്റ് ഷാനി, ഒരു മിനിറ്റ് അല്ല, ഒരു മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒറ്റ മിനിറ്റ്. പട്ടികവർഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സഹായം കൊടുക്കാൻ പണമില്ല. പെൻഷൻ 6 മാസത്തെ ചെറുവിരൽ നിർത്തിയിരിക്കുകയാണ്. പിന്നെയും പൈസ കൊടുക്കാനില്ല. ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നു, പണം കൊടുക്കാനില്ല. കേരളം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ മനം നൊന്ത് നിൽക്കുകയാണ്. കേരളം മുഴുവൻ ഇന്ന് പിണറായി വിജയനും മനം നൊന്ത് നിൽക്കുകയാണ്. അത് കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥയല്ല, സ്വന്തം മകൾ ജയിലിൽ പോകുന്ന സാഹചര്യത്തിൽ മനം നൊന്ത് നിൽക്കുന്ന അച്ഛൻ കേരളത്തെ വഞ്ചിച്ചുകൊണ്ട്, കേരളത്തെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് വർഗീയ രാഷ്ട്രീയമാണെങ്കിലും ഞാൻ സന്ധി ചെയ്ത് എന്റെ മകളെ രക്ഷിക്കും എന്നുള്ളത് മാത്രമാണ് ഈ യോഗത്തിന്. അതുകൊണ്ടാണ് SFIയുടെ ചുമതലയുള്ള മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ചുമതലയുള്ള നിർമ്മല സീതാരാമനെ തന്നെ എന്തുകൊണ്ട് കണ്ടു എന്ന ഷാനിയുടെ ചോദ്യത്തിന് സജീഷിന് മറുപടിയില്ലാതെ പോകുന്നത്. കേരളം മുഴുവൻ ഒരു എന്ന് പറയുമ്പോഴും എന്താണ് ചർച്ചയെന്ന് പറയാത്തത്? പിന്നെ സജീഷ് നടക്കില്ല. കേരളത്തിൽ നിങ്ങൾ ഒറ്റ അക്ഷരമുണ്ടിയോ ഈ രാജ്യത്ത്? താങ്കളോടും ഞാൻ താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാം. ഇനി ശ്രീ രാജു പി നായർ സംസാരിക്കട്ടെ. അവസാനം നിങ്ങൾ 1977 മറുപടിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരള പൊതുസമൂഹത്തിനുണ്ട്. നിങ്ങൾ UP അക്ഷരമുണ്ടിയോ, രാജസ്ഥാൻ അക്ഷരമുണ്ടിയോ ഒന്ന് പറയേ, കേൾക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാ. അല്ലല്ല, ഇത് കള്ളത്തരമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്, തട്ടിപ്പാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. സതീശ തട്ടിപ്പാന്ന് അറിയുന്നതുകൊണ്ട് ഒച്ച വെക്കരുത്. 1977 കേരളത്തിന്റെ നിയമസഭയിൽ അന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നിരോധിച്ചതിനെതിരെ സംസാരിച്ചിട്ടില്ല. ഹിമാചൽ പ്രദേശിലെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാജ്യം കണ്ടതാണ്. കേരളത്തിന്റെ നിയമസഭയിൽ RSS നിരോധിച്ചതിനെതിരെ അങ്ങ് സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ തെളിയിച്ചാൽ പരസ്യമായിട്ട് മാപ്പ് പറയോ? നിയമസഭ കേരളത്തിന്റെ നിയമസഭയിൽ RSS നിരോധിക്കരുത് എന്ന് CPM-ന്റെയോ കമ്മ്യൂണിസ്റ്റുകാരോ ആരും പറയില്ല. ഞങ്ങൾക്ക് RSS എന്താണെന്ന് നല്ല ധാരണയുണ്ട്. RSS-നെ കൊണ്ട് പരേഡ് നടത്തിച്ച പാരമ്പര്യം നിങ്ങൾക്കുള്ളത്. പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയത് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ? നിഷേധിക്കാൻ കഴിയോ? ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി പ്രിയപ്പെട്ട സുഹൃത്തെ, RSS-ന്റെയോ BJP-ന്റെയോ പുസ്തകത്തും പഠിച്ചു വരുന്ന കള്ളം മാത്രം ഈ ചർച്ചയിൽ അവതരിപ്പിക്കരുത്. സത്യസന്ധത ചർച്ചയ്ക്ക് ആവശ്യമാണ്. ചരിത്രം പഠിക്കുന്ന ആളുകളാണ് നിൽക്കുന്നത്. നിഷേധിക്കാൻ കഴിയോ? നന്ദി ശ്രീ രാജു പി നായർ.